സർ, കോന്നി ചെങ്ങറ എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ 3 ദിവസമായി 4 കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുകയാണ്. എസ്റ്റേറ്റിലെ കുറുമ്പുറ്റി ഡിവിഷനിൽ റബ്ബർക്കറ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്താണ് ആദ്യമായി കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ തൊഴിലാളിയായ മോനച്ചൻ കടുവയെ കാണുന്നത്. അന്നേ ദിവസം തന്നെ കൊന്നപ്പാറ ചെങ്ങറ റോഡിൽ ബൈക്ക് യാത്രികർ കടുവയുടെ മുന്നിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടടുത്ത ദിവസം അട്ടച്ചാക്കൽ കുമ്പളാമ്പൊയ്ക പ്രധാന റോഡാണ്. അവിടെയും ബൈക്ക് യാത്രികർ കടുവയുടെ മുമ്പിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഇന്നലെ രാവിലെ 5:30 ടാപ്പിങ്ങിന് പോയിട്ടുള്ള തൊഴിലാളി ദമ്പതികളായ ഷാജിയും മിനിയും കടുവയുടെ മുന്നിൽ അകപ്പെടുകയും ജീവരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ കുഴിയിൽ വീണ് തൊഴിലാളിയായ മിനിക്ക് കൈക്കിന് പൊട്ടൽ ഉണ്ടാകുന്ന സംഭവമെല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഇത് പ്രദേശത്ത് വലിയ പരിഭ്രാന്തിയും ഭീതിയുമെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നലെ ഞാനും DFI ഉൾപ്പെടെയുള്ള ആളുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ സന്ദർശിച്ചിരുന്നു. പ്രശ്നം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രദേശമാണ്, നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ്. ആ ഗൗരവത്തിൽ ഈ കടുവയെ പിടിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി വനംവകുപ്പ് സ്വീകരിക്കണം. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രദേശത്തെ പരിശോധന നടത്തി കൂടുതൽ ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ച് കൂടുതൽ ടീമുകളെ എത്തിച്ച് അടിയന്തരമായി ഇതിൻ്റെ താവളം കണ്ടെത്തി ഈ കടുവയെ പിടിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് സാർ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട കോന്നി MLA ഇവിടെ സൂചിപ്പിച്ച കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ ഉയർന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒരു ഭീതിതമായ അന്തരീക്ഷം അവിടെയുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതുപോലെയും ഇന്നലെ ചേർന്ന യോഗ തീരുമാനമനുസരിച്ചുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ കൂടുതൽ പരിശോധനാ സംവിധാനവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും ഉറപ്പുവരുത്താൻ ആവശ്യമായ സത്വര നടപടികളും സ്വീകരിക്കുന്നതാണ്.